ഹായ് വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Equalize primary food consumption in India. Second, India needs more focus to reach SDG 3, a crucial goal. Third, holistic approach. Fourth, India studying defense pact between Saudi and Pak. Vows to guard its interest. US to revoke waiver on Chabahar port sanctions. Equalizing primary food consumption in India. ഈ ന്യൂസിൽ പറയുന്നത് വെച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്താണ് ഒരു സർവേ റിലീസ് ചെയ്തു. എന്ത് സർവേ ആണ്? ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ. ഈ സർവേ പ്രകാരം ഈ സർവേയുടെ ബേസിൽ വേൾഡ് ബാങ്ക് എന്താണ് പറഞ്ഞത്? എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത് നേരത്തെ എത്ര ആയിരുന്നു? 16.2% ആയിരുന്നു. എന്നാൽ ഇപ്പൊ എന്താണ്? 2.3% ആയി. അതായത് എന്താ? കുറഞ്ഞു. എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ്ട്രീം പോവർട്ടി വാനിഷ് ചെയ്തു, ഓൾമോസ്റ്റ് വാനിഷ് ചെയ്തു എന്നാണ് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. എന്നിരുന്നാലും എന്താണ് ഇന്ത്യൻ റിസർച്ചേഴ്സ് പറയുന്നത് എന്താണ്? ഒരു താലിമീൽ മെട്രിക് യൂസ് ചെയ്തിട്ട് അവരൊരു കൺക്ലൂഷനും അവര് കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇന്ത്യൻ റിസർച്ചേഴ്സ് പറയുന്നത് എന്താണ് ആക്സസ് റിയൽ ഫുഡ് കൺസപ്ഷനും ഫുഡ് ഡിപ്രിവേഷനും ഒക്കെ എന്താണ് ഈ താലിമീൽ മെട്രിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ റിസർച്ചേഴ്സ് ഈ ഒരു കണ്ടുപിടുത്തത്തെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു എക്സ്ട്രീം പോവർട്ടി വാനിഷ് ആയതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. താലി ബേസ്ഡ് ഫുഡ് ഡിപ്രിവേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ താലി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ഉൾപ്പെടുന്ന ഒരു ഫുഡ് പ്ലേറ്റിനെയാണ് താലി എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഫുഡ് ഡിപ്രിവേഷൻ അനാലിസിസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് എങ്ങനെയാണ്? ഇൻകം ബേസ് ചെയ്തിട്ടുണ്ടാണ്. അതായത് പർച്ചേസ് ചെയ്യാൻ കലോറി പർച്ചേസ് ചെയ്യാനുള്ള നമ്മളുടെ ഇൻകം അതിന്റെ ബേസിലാണ് എന്ത് നമ്മൾ പോവർട്ടി കൺവെൻഷണൽ ആയിട്ട് മെഷർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ റിസർച്ചേഴ്സ് എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? റിയൽ ഫുഡ് അപ്രോച്ച് എന്താണ്? റിയൽ ഫുഡ് അപ്രോച്ചിന് വേണ്ടിയിട്ട് അതായത് ഒരു ഹോം കുക്ക്ഡ് താലിക്ക് 30 രൂപയാണ് വരുന്നത്. അതായത് എന്ന് പറയുന്ന ഒരു ബേസിക് കൺസപ്ഷൻ യൂണിറ്റ് ആണ് പറയുന്നത്. 50% റൂറലും 20% അർബൻ പോപ്പുലേഷനും എന്താണ് ഈ ഒരു താലി പെർ ഡേ ഒരു 2 താലി അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവരുടെ ഫുഡ് എക്സ്പെൻഡിച്ചർ കാരണം പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് PDS. അപ്പൊ ഈ PDS ഒക്കെ വഴി എന്താണ് ഫുഡൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും 40% റൂറലിനും 10% അർബനും എന്താണ് ഈ പറഞ്ഞ ഫുഡ് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അതായത് എന്താണ് ഈ ഇൻകം പോവർട്ടി എസ്റ്റിമേറ്റും അതുപോലെ ആക്ച്വൽ ന്യൂട്രീഷണൽ ആക്സസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് എന്താണ് PDS. ഇതിന്റെ ഇഷ്യൂസും ഇൻസൈറ്റ്സും എന്താണെന്ന് നോക്കാം. അതായത് PDS കറന്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ് സിറിയൽസ് ആണ്. അതായത് ഈ റൈസ് വീറ്റ് പോലുള്ളതൊക്കെയാണ് എന്താണ് ഓൾറെഡി കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതെന്താണ് ഈക്വൽ ആയിട്ട് റിച്ചിനും പൂവറിനും കൺസ്യൂം ചെയ്യുന്നുണ്ട്. PDS ബെനിഫിറ്റ്സ് ആർ നോട്ട് വെൽ ടാർഗറ്റഡ്. അതായത് റൂറലിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5% ടോപ്പ് 5% ഉള്ളവർക്കാണ് എന്ത് 88% സബ്സിഡി കിട്ടുന്നത്. അർബൻ PDSനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് കൂടുതലും പ്രോഗ്രസീവ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ടും കിട്ടുന്നത് എന്താണ് ഈ പറഞ്ഞ ഫുഡൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് ഈ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുപോലെ എന്താണ് ഈ എക്സ്പാൻഡ് സിറിയൽ സബ്സിഡി ടു 80 കോടി ആളുകളിലേക്ക് എന്താണ് ഈ സിറിയൽ സബ്സിഡീസ് എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ എന്താണ് നോട്ട് റിഫ്ലക്ട് റിയൽ നീഡ് ആൻഡ് ഫിസിക്കൽ ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ്. പോളിസി റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണ്? ഷിഫ്റ്റ് PDS ഫോക്കസ് ഫ്രം സിറിയൽ ടു പൾസസ്. ഈ സിറിയൽസിൽ നിന്ന് പൾസസിലോട്ട് നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം. പൾസസ് എന്ന് പറയുമ്പോൾ എന്താണ് അത് പ്രോട്ടീൻ റിച്ച് ആണ്, എക്സ്പെൻസീവ് ആണ്. അതുപോലെ എന്താണ് ദിസ് ക്യാൻ റൈസ് എന്താണ് ന്യൂട്രീഷൻ ആൻഡ് ഇക്വലൈസ് പ്രൈമറി ഫുഡ് കൺസപ്ഷൻ, റാഷണലൈസ് സിറിയൽസ് എൻടൈറ്റിൽമെന്റ്സ് എസ്പെഷ്യലി ഫോർ ദ വെൽ ഓഫ് ടു ഫ്രീ റിസോഴ്സ്. UPC സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഹൈലൈറ്റ്സ് ഗ്യാപ്പ് ഇൻ പോവർട്ടി മെഷർമെന്റ്. അതുപോലെ ഷോസ് ദ ലിമിറ്റേഷൻ ഓഫ് കലോറി ബേസ്ഡ് പോവർട്ടി ലൈൻസ്, കണക്ട്സ് പോവർട്ടി അലിവേഷൻ വിത്ത് ന്യൂട്രീഷൻ സെക്യൂരിറ്റി ആൻഡ് സബ്സിഡി റാഷണലൈസേഷൻ. അതുപോലെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് PDS റിഫോംസ്, ഫിസിക്കൽ എഫിഷ്യൻസി, അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇത് GS പേപ്പർ 2ലും 3ലും ആണ് വരുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അടുത്ത ന്യൂസ് നോക്കാം. ഇന്ത്യ നീഡ്സ് മോർ ഫോക്കസ് ടു റീച്ച് SDG 3, ക്രൂഷ്യൽ ഗോൾ. SDG എന്ന് വെച്ചാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് 2024 ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ്? 109 ആയിരുന്നു. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള കണക്കിൽ എന്താണ് 167 നേഷനിൽ 99ാമത്തെ റാങ്ക് ആണ്. അതായത്
വലിയൊരു ഗ്രാഫാണ് ഉയർന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പൊ 2025 ഈ SDG റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 3 ഈ ഒരു ഗോള് എന്ന് വെച്ചാൽ ഏതാണ്? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. ഇത് ഇന്ത്യ ലാഗ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ റാങ്കിങ്ങിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗോള് അച്ചീവ് ചെയ്യുന്നതിൽ പുറകോട്ടാണ്. എസ്പെഷ്യലി എന്താണ്? റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതുപോലെ എന്താണ്? only 17% ആണ് എന്ത് ഗ്ലോബൽ SDG ടാർഗറ്റ് ട്രാക്കിലായിട്ടുള്ളത്. കൂടുതലായിട്ട് എന്തിൽ ഫോക്കസ് ചെയ്യുക? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ ഫോക്കസ് ചെയ്യുക. അതുവഴി എന്താണ് 2030 ആകുമ്പോഴത്തേന് SDG ഗോളും അതുപോലെ എന്താണ് വികസിത് ഭാരത് 2047 ഈ ഗോളുകളൊക്കെ എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റണം. SDG 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അതിൽ നിലവിലെ കറണ്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കാം. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1,00,000 പേര് ജനിക്കുന്നു, അതിൽ 97 പേരാണ് മരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്താണ്? ഈ 97 എന്നുള്ളത് എന്താണ് 70ലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അതുപോലെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്, അതായത് 5 വയസ്സിന് താഴെയുള്ള മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ 1000 പേര് ജനിക്കുന്നതിൽ എന്താണ് 32 കുട്ടികളാണ് മരിക്കുന്നത്. ടാർഗറ്റ് എന്താണ്? 25ലേക്ക് അത് കുറയ്ക്കാന്നുള്ളതാണ്. ലൈഫ് എക്സ്പെക്ടൻസി നോക്കുകയാണെങ്കിൽ 70 ഇയേഴ്സ് ആണ് പറയുന്നത്. 73 ഇയേഴ്സ് ആണ് നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ 13% ഓഫ് ടോട്ടൽ കൺസെപ്ഷൻ ആണ് വരുന്നത്. ടാർഗറ്റ് ചെയ്യുന്നത് 7.83% ആണ്. ഇമ്മ്യൂണൈസേഷൻ കവറേജ് നോക്കുകയാണെങ്കിൽ 93.2% ആണ്. ടാർഗറ്റ് ചെയ്യുന്നത് 100% ആണ്. ഇതിന്റെയൊക്കെ ഒരു മെയിൻ കോസ് നോക്കുകയാണെങ്കിൽ എന്താണ്? പൂവർ ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതുപോലെ എന്താണ് എക്കണോമിക് ബാരിയേഴ്സ് ടു ഹെൽത്ത് കെയർ ആക്സസ്, പൂവർ ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, ഹൈജീൻ, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ കൾച്ചറൽ സ്റ്റിഗ്മ, ലോ അവയർനെസ്, അതൊക്കെ എന്താണ് ഒരു മെയിൻ കോസ് ആയിട്ടാണ് പറയുന്നത്. റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന 3 സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ്. രണ്ടാമത് എന്താണ്? സ്ട്രെങ്തനിങ് പ്രൈമറി ഹെൽത്ത് കെയർ. അതെന്താ? ഡിജിറ്റൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് എന്താണ് ഇത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂൾസ്, ഈ സ്കൂളിലൊക്കെ ഈ ന്യൂട്രീഷൻ, ഹൈജീന് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും ഒക്കെ നൽകുക. ഗ്ലോബൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫിൻലാൻഡ് 1970 എന്താണ് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്താണ് റെഡ്യൂസ് ചെയ്തു. ജപ്പാൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഹൈജീൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, ലൈഫ് എക്സ്പെക്ടൻസി എന്താണ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമുക്കൊരു ഗ്ലോബൽ എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം. ഈ ന്യൂസിന്റെ UPSC സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇന്ത്യസ് SDG പെർഫോമൻസ്, അതുപോലെ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഔട്ട്കംസ്, അതുപോലെ എന്താ ലിങ്ക്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയർ ചേഞ്ച്, ഓഫർ എവിഡൻസ് ബേസ്ഡ് പോളിസി ഐഡിയാസ് ഫോർ എന്ത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, പ്രൈമറി കെയർ സ്ട്രെങ്തനിങ് ആൻഡ് എന്ത് പ്രിവെന്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഈ ന്യൂസ് GS പേപ്പർ 2ലും 3ലും ആണ് വരുന്നത്. അപ്പൊ ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇപ്പൊ പറഞ്ഞ ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. SDG പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. 2018 ചോദിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ന്യൂസ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ സ്റ്റബിൾ ബേണിംഗ് എന്താണ്? ഈ ഫാമേഴ്സ് ഈ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ബാലൻസ് വരുന്ന വൈക്കോലുണ്ടല്ലോ, ഇത് കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എയർ പൊല്യൂഷനും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പൊല്യൂഷൻ എവിടെയാണ് കൂടുതലായിട്ടുള്ളത്? നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് റീസെന്റ് ആയിട്ട് ഉള്ളത്. ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ ഒരു സിവിയർ എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ഇത് ഇമ്പാക്ട് ചെയ്യുന്ന വേറെ എവിടെയൊക്കെയാണ്? ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാനിലൊക്കെ എന്താണ് ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് കാരണം എന്താണ് ഒരുപാട് എയർ പൊല്യൂഷൻസും മറ്റു പല പൊല്യൂഷൻസും ഉണ്ടാകുന്നുണ്ട്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് CAQM ഇതെന്താണ് 2020 ക്രിയേറ്റ് ചെയ്താണ്. ഒരു സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷെ ഇതെന്താണ് ഇതിനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. സ്റ്റബിൾ ബേണിംഗ് ആൻഡ് എയർ പൊല്യൂഷൻ ഇത് കാരണമുള്ള ഇമ്പാക്ട് എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ എയർ പൊല്യൂഷൻ ആണ് കൂടുതൽ. അതായത് ഈ വിന്റർ സ്മോഗ് എന്താണ് കൂടുതലായിട്ട് വേഴ്സൺ ചെയ്യാണ് ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് കാരണം. അതുപോലെ എന്താണ് ഡ്യൂ ടു എന്താ അൺഫേവറബിൾ മെട്രോളജിക്കൽ കണ്ടീഷൻ കാരണമാണ് ലോ വിൻഡ്, ടെമ്പറേച്ചർ ഇൻവേർഷൻ. അതുപോലെ ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് കാരണം എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. കൂടാതെ ഇതിന്റെ കൂടെ എന്താണ് വെഹിക്കുലാർ, ഇൻഡസ്ട്രിയൽ, ഗാർബേജ് എമിഷൻസും ഒക്കെ എന്താണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വേഴ്സൺ ആക്കാനായിട്ടുള്ള കാര്യങ്ങളാവുകയാണ്. ചലഞ്ചസ് എന്താണ്? എക്കണോമിക് കമ്പൽഷൻ ഓഫ് ഫാമേഴ്സ്. അതായത് എന്താണ് ഇപ്പം ഈ പറഞ്ഞ സ്റ്റബിൾ ബേണിങ് അതിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് നോക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താ ഓൾറെഡി അവർക്ക് കുറെ ഹൈ ഡെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ വേറൊരു മെത്തേഡിലോട്ടൊന്നും പോകാനും പറ്റുന്നില്ല. ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങിൽ തന്നെ സ്റ്റക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്.
അതുപോലെ വീക്കനിങ് എൻഫോഴ്സ്മെന്റ് ബൈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഗവൺമെന്റ്. ഇപ്പൊ CAQM ഇൻഎഫക്റ്റീവ് ഫംഗ്ഷനിങ് നോക്കുകയാണെങ്കിൽ എന്താണ്? നോട്ട് ട്രാൻസ്പെറന്റ് അബൌട്ട് ഡേറ്റ. എന്താ ഡേറ്റയിൽ ട്രാൻസ്പെറന്റ് അല്ല. അതുപോലെ എന്താ പൊളിറ്റിക്കൽ പ്രഷർ കാരണം എന്താണ് ഇവർ വളരെയധികം ഈസിലി ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. ലാക്ക് ഓഫ് ക്രെഡിബിൾ മോണിറ്ററിങ്, ഇൻസെന്റീവ്സ്, പെനാൽറ്റീസ്. വേ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഇപ്പൊ സ്റ്റബിൾ ബേണിംഗ് ചെയ്യുന്ന ഫാമേഴ്സിനെ ജയിലിൽ ആക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അതിലേക്ക് പോകണ്ട. പകരം എന്താണ്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഇൻസെന്റീവ്സ് നൽകുക. അതുപോലെ എന്താ സ്ട്രിക്ട് ബട്ട് ഫെയർ എൻഫോഴ്സ്മെന്റ്, ട്രാൻസ്പെറന്റ് ഡേറ്റ ഡിസ്ക്ലോഷർ ഓൺ ഫാം ഫയർസ് ആൻഡ് പ്രോഗ്രസ് ബൈ CAQM, പ്രൊമോട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം. പിന്നെന്താണ്? ട്രീറ്റ് ഫാമർ ആസ് എ പാർട്ട്ണർ ആയിട്ട്, നോട്ട് കൾപ്രിൻസ്, വൈൽ എൻഷുറിംഗ് പൊല്യൂഷൻ കൺട്രോൾ ഒബ്ലിഗേഷൻ ആർ മെറ്റ്. ഇപ്പൊ UPSC സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? കവേഴ്സ് എൻവയോൺമെന്റൽ ഗവേണൻസ്, സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ, ജുഡീഷ്യൽ ഇന്റർവെൻഷൻ, അഗ്രികൾച്ചർ എക്കണോമിക്സ് ഒക്കെ യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് institutional challenges in tackling air pollution and the political economy of environmental regulation. ഈ ന്യൂസ് GS പേപ്പർ 3ലും 2ലും ആണ് വരുന്നത്. GS പേപ്പർ 3ൽ എൻവയോൺമെന്റ് അഗ്രികൾച്ചർ ഭാഗങ്ങളിലാണ്, GS പേപ്പർ 2ൽ ഗവേണൻസ് ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷനിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ സ്റ്റഡിങ് ഡിഫൻസ് പാക്ട് ബിറ്റ്വീൻ സൗദി പാക് വാസ് ടു ഗാർഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ വർഷം എന്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി റിയാദ് വിസിറ്റ് ചെയ്തു. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടെ ഇതിന്റെ ഫലമായിട്ട് ഒരു മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയുണ്ടായി. ഓക്കെ, ഈ ഒരു എഗ്രിമെന്റ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? അതായത് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്താൽ രണ്ട് രാജ്യത്തെയും അറ്റാക്ക് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ഇതിൽ ഇന്ത്യയുടെ ഒരു റെസ്പോണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്? അവെയർ ഓഫ് ദ ഡെവലപ്മെന്റ് ആൻഡ് എന്താണ് ഇന്ത്യ കൂടുതൽ ഇതിൽ വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യും. നാഷണൽ സെക്യൂരിറ്റിക്കും റീജിയണൽ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ട് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യും. അതുപോലെ എന്താണ് റിറ്ററിയേറ്റിംഗ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു കോംപ്രഹെൻസീവ് നാഷണൽ സെക്യൂരിറ്റി. ഈ ഒരു എഗ്രിമെന്റിന്റെ കീ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ജോയിന്റ് ഡിറ്ററൻസ് ക്ലോസ് ആണ്. അതായത് ഈ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്താൽ രണ്ട് രാജ്യങ്ങളെയും അറ്റാക്ക് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. രണ്ടാമത് പറയുന്നത് എന്താ? എൻഹാൻസ്ഡ് ഡിഫൻസ് കോർപ്പറേഷൻ, അതായത് മിലിറ്ററി കൊളാബറേഷൻ, അതുപോലെ ബൈലാറ്ററൽ ഡിഫൻസ് ടൈസ്, ഇതൊക്കെ എന്താണ് സ്ട്രെങ്തൻ ചെയ്യും. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? സൗദി അറേബ്യ ഇതിന് മുന്നേ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴായിരുന്നു? 1971 വാറിന്റെ ടൈമിൽ മിലിറ്ററി എയ്ഡ് ആണെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡ് ആണെങ്കിലും ഒക്കെ എന്താണ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ സൗദി അറേബ്യ കൺഫേർഡ് ദ കിങ് അബ്ദുൽ അസീസ് മെഡൽ എക്സലന്റ് ക്ലാസ് ഓൺ പാകിസ്ഥാൻസ് ആർമി ചീഫ് ഇൻ 2022. ഇംപ്ലിക്കേഷൻസ് ഫോർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ എന്താണ്? സെക്യൂരിറ്റി കാൽക്കുലസ്. ഇതിൽ എന്താ പറയുന്നത്? കുഡ് പൊട്ടൻഷ്യലി എംബോൾഡൻ പാകിസ്ഥാൻ സ്ട്രാറ്റജിക് പോസ്റ്റ്. എന്താണ്? എസ്പെഷ്യലി ഇൻ ദ ഗൾഫ് ആൻഡ് വയ ഇന്ത്യ. അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ബാലൻസിങ് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ആൾസോ കൾട്ടിവേറ്റ് സ്ട്രോങ് റിലേഷൻ വിത്ത് ഇന്ത്യയുമായിട്ട് സ്ട്രോങ് റിലേഷൻ. അതുപോലെ എന്താണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് സൗദി ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ഷോയിങ് റിയാദ്സ് ഡിസൈഡ് ടു ബാലൻസ് ടൈസ് വിത്ത് ബോത്ത് ന്യൂഡൽഹി ആൻഡ് ഇസ്ലാമാബാദ്. റീജിയണൽ സ്റ്റെബിലിറ്റി കൺസേൺസ് നോക്കുകയാണെങ്കിൽ എന്താണ്? റേസിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ഷിഫ്റ്റിംഗ് അലൈൻമെന്റ്സ് ഇൻ വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ സെക്യൂരിറ്റി ആർക്കിടെക്ചർ and how India can safeguard its interests while maintaining ties with Saudi Arabia. UPSC significance നോക്കുകയാണെങ്കിൽ എന്താണ്? ഷോസ് ഇന്റർസെക്ഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി, അതുപോലെ എന്താണ് എനർജി സെക്യൂരിറ്റി, ഡയസ്പോറ മാനേജ്മെന്റ് ആൻഡ് റീജിയണൽ ജിയോ പൊളിറ്റിക്സ്. യൂസ്ഫുൾ ടു അനാലിസിസ് എന്താണ്? എമർജിംഗ് ഡിഫൻസ് ബ്ലോക്സ് ആൻഡ് ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി ഇൻ എ മൾട്ടിപോളാർ വേൾഡ്. അതുപോലെ എന്താണ്? പ്രൊവൈഡ്സ് കോണ്ടെക്സ്റ്റ് ഓൺ വെസ്റ്റ് ഏഷ്യ സെക്യൂരിറ്റി ഡൈനാമിക്സ് ആൻഡ് ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് റെസ്പോൺസ് മെക്കാനിസം. ഇത് GS പേപ്പർ 2ലും 3ലും ആണ് ഈ ന്യൂസുകൾ വരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഭാഗങ്ങളിൽ. അപ്പൊ ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. US ടു റിവോക്ക് വേവർ ഓൺ ചബാഹർ പോർട്ട് സാങ്ഷൻസ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യക്ക് ഇറാനിൽ ഒരു ചബാഹർ പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു US. എന്നാൽ അതിപ്പോൾ റിവോക്ക് ചെയ്തിരിക്കുകയാണ്, ഒരു സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പോർട്ട് പണിയുന്നത് വഴി എന്താണ്? അഫ്ഗാനിസ്ഥാന്റെ റീകൺസ്ട്രക്ഷനും അതുപോലെ എന്താണ് റീജിയണൽ കണക്ടിവിറ്റി ബൈപാസിംഗ് പാകിസ്ഥാന്, അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബൈപാസിങ്ങും അതുപോലെ അഫ്ഗാനിസ്ഥാനും ഒക്കെ എന്താണ് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നേനെ. കീ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എന്താണ്? വേവ് റിവോക്ഡ്, അതായത് എന്താണ് ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് IFCA എന്താണ് 2025 സെപ്റ്റംബർ 29 എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് സാങ്ഷൻ ഏർപ്പെടുത്തി. ഇതുവഴി എന്താണ് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ഈ ഒരു സാങ്ഷൻ ഏർപ്പെടുത്തിയത്.
ഇമ്പാക്ട് ഓൺ ഇന്ത്യ. ഇന്ത്യ സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് സ്റ്റേക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സൈൻഡ് എന്ത് 10-year ലീസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് 400 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 200 കോടിയും ഇന്ത്യ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദ പോർട്ട് റെക്കോർഡ് 43% റൈസ് ഇൻ വെസൽ ട്രാഫിക് ആൻഡ് 34% റൈസ് ഇൻ കണ്ടെയ്നർ ട്രാഫിക്. ഡിപ്ലോമാറ്റിക് ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് എക്സ്പാൻഡിങ് സെക്യൂരിറ്റി, അതുപോലെ എക്കണോമിക് ആൻഡ് ഡിഫൻസ് കോർപ്പറേഷൻ വിത്ത് ഇറാൻ റിഗാർഡിംഗ് എന്ത് ചബഹർ. അതുപോലെ എന്താണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഹാസ് നോട്ട് ഇഷ്യൂഡ് ആൻ ഒഫീഷ്യൽ റെസ്പോൺസ് യെറ്റ്. ജിയോപൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ദ മൂവ് ഈസ് പാർട്ട് ഓഫ് US മാക്സിമം പ്രഷർ പോളിസി ഓൺ ഇറാൻ ടു ഐസൊലേറ്റ് ഇറ്റ് ഗ്ലോബലി. അതുപോലെ എന്താണ് ഇറ്റ് കോംപ്ലിക്കേറ്റ്സ് ഇന്ത്യസ് ബാലൻസിങ് ആക്ട് ബിറ്റ്വീൻ എന്ത് US ആൻഡ് ഇറാൻ. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2ലും GS പേപ്പർ 3ലും ആണ് വരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസിലാണ് വരുന്നത്. അതുപോലെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പോർട്സ് ആൻഡ് ട്രേഡ് കോറിഡോർസിലൊക്കെ വരും. അപ്പൊ ഈ ന്യൂസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു.